മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി AI മാറിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പരിഷ്കരിക്കപ്പെടും. ഇന്ത്യയിൽ നിലവിലെ തൊഴിൽ മേഖലകളിൽ 2030 ആവുമ്പോഴേക്കും 30% വരെ തൊഴിൽ നഷ്ടമുണ്ടാവാൻ ഇടയുണ്ട്. അല്ലാതെ AIയെ നിയന്ത്രിക്കുക എന്നതല്ല സർ പരിഹാരം, മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർ വേണ്ടത്. ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർമ്മിത ബുദ്ധി പോലുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയുടെ കടന്നുവരവിനെ സംസ്ഥാന സർക്കാർ പ്രായോഗികമായി സമീപിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഏജന്റിക് നിർമ്മിത ബുദ്ധി. സംസ്ഥാനം ഒരു കരട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം രൂപീകരിച്ചു വരികയാണ്. നിർമ്മിത ബുദ്ധി മേഖലയിലെ ഗവേഷണങ്ങളുടെ ഫലപ്രദമായി ഉരുത്തിരിഞ്ഞു വരുന്ന പ്രോട്ടോടൈപ്പുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിത അതിവേഗ കുതിപ്പ് മാനവരാശിയുടെ ടെക്നിക്കൽ നോളജിനെയും അതുവഴി ജീവിത നിലവാരത്തെയും വളരെ പെട്ടെന്ന് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് സർ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി AI മാറിയിട്ടുണ്ട്. ശ്രദ്ധാപൂർവം ഉപയോഗിച്ചാൽ സമൂഹ പുരോഗതിക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമാണിത്. ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയെ യാഥാർത്ഥ്യബോധത്തോടെയും സൂക്ഷ്മ ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യാനുള്ള ആസൂത്രണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ നിക്ഷേപം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഈ സാങ്കേതിക വിദ്യ തങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും തങ്ങളുടെ പൗരന്മാർക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. UAEയിൽ മിനിസ്ട്രി ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു സർക്കാർ വകുപ്പ് തന്നെ ഇപ്പോൾ നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ അതിവേഗമാണ് ഇതിൻ്റെ സാധ്യതകളെ ലോകം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാവും. പരമ്പരാഗത ബിരുദങ്ങൾക്കപ്പുറം AI അധിഷ്ഠിതമായ രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം പുനഃക്രമീകരിക്കുക, തൊഴിൽ സൃഷ്ടിക്കുന്നതിനായി AI പവേർഡ് വ്യവസായങ്ങളിലെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുക, വൻതോതിലുള്ള തൊഴിൽ നഷ്ടത്തിന് സാധ്യതയുള്ള വ്യവസായങ്ങളിൽ പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുക, മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയും ചിന്താശേഷിയും ആവശ്യപ്പെടുന്ന മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുക എന്നതിനൊക്കെ സർക്കാർ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ച തങ്ങളുടെ ജോലിയെ എങ്ങനെയാവും ബാധിക്കുക എന്നൊരു ആശങ്ക സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് സാർ. ഇത് കാണാതെ പോകരുത്. AI വികസന പ്രക്രിയയുടെ ഏതാണ്ട് സമ്പൂർണ്ണ നിയന്ത്രണം വൻകിട സ്വകാര്യ കോർപ്പറേറ്റുകളുടെ കൈകളിലായതിനാൽ അതിൽ പൊതു താൽപ്പര്യങ്ങൾക്കോ ഭരണകൂട ഇടപെടലുകൾക്കോ പരിമിതികളുണ്ട്. ഇപ്പോൾ നടക്കുന്ന പല ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പരിഷ്കരിക്കപ്പെടും. ഏതാണ്ട് എല്ലാ ബിസിനസ്സുകളുടെയും പശ്ചാത്തല പ്രവർത്തനങ്ങളുടെ മുഖ്യ പിൻബലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി മാറും. പല അർദ്ധവൈദഗ്ധ്യ ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇല്ലാതാക്കപ്പെടും. ഇന്ത്യയിലെ എല്ലാ ജോലികളിലും ഏകദേശം 70% ഓട്ടോമേഷൻ്റെ അപകട സാധ്യതയിലാണെന്ന് WEF പറയുന്നു. ഇന്ത്യയിൽ നിലവിലെ തൊഴിൽ മേഖലകളിൽ 2030 ആവുമ്പോഴേക്കും 30% വരെ തൊഴിൽ നഷ്ടമുണ്ടാവാൻ ഇടയുണ്ട് എന്നാണ് ILOയുടെ റിപ്പോർട്ടിൽ ആശങ്ക. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് 10,000-കണക്കിന് പേർ തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം സംസ്ഥാനത്തിൻ്റെ തൊഴിൽ മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവയാണ്. സർ, ഈ തൊഴിൽ നഷ്ടങ്ങൾക്ക് പകരം പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി നൽകേണ്ടത് സംസ്ഥാനത്തിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കോർപ്പറേറ്റ് ലാഭ താൽപ്പര്യങ്ങൾ കാരണം ഈ രംഗത്ത് സൃഷ്ടിക്കപ്പെടാനുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ഭാവനാപൂർണമായ നടപടികൾ നാം സ്വീകരിക്കണം. അല്ലാതെ AIയെ നിയന്ത്രിക്കുക എന്നതല്ല സർ പരിഹാരം, മറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർ വേണ്ടത്. പാഠ്യപദ്ധതിയിൽ AI ഉൾപ്പെടുത്തിയതിനും കൊച്ചിയിൽ സംഘടിപ്പിച്ച AI കോൺക്ലേവിനുമൊക്കെ തുടർച്ചയുണ്ടാവണം. വിദ്യാർത്ഥികൾക്കും നവസംരംഭകർക്കും നൂതന ആശയങ്ങൾക്കുള്ള പ്രതിഭകൾക്കും ലോകോത്തരമായ AI അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാരിന് കഴിയണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസന ദൗത്യങ്ങൾക്ക് നിശ്ചിത തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം. സർ, AI കാരണം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയും നാടിൻ്റെ വികസനത്തിന് AI സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ ഉയരുന്ന ആശങ്കകൾ കൂടി നേരിടാൻ സംസ്ഥാനം സജ്ജമായിരിക്കണമെന്നുള്ള വിഷയത്തിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ വിനിയോഗം ലോകമെമ്പാടും വലിയ തോതിൽ വ്യാപകമായി വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലായി ലോകത്തെ മാറ്റിമറിച്ച ശാസ്ത്ര
കണ്ടെത്തലുകളാണ് ഉണ്ടായത്. ഇലക്ട്രിക് ബൾബിൻ്റെ വരവ്, ആധുനിക യന്ത്രങ്ങളുടെ കടന്നുവരവ്, കമ്പ്യൂട്ടറുകൾ സാർവത്രികമായത് എന്നിവയൊക്കെ ഉൽപ്പാദനക്ഷമതയെ ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം ആധുനിക കണ്ടുപിടുത്തങ്ങൾ പ്രയോഗത്തിൽ വരുന്നതിന് മുൻപ് ആർജിച്ച നൈപുണ്യവുമായി നിലനിന്ന തൊഴിൽ ശക്തിക്ക് തൊഴിൽ നഷ്ടമെന്ന വലിയ ആശങ്കയും ഉണ്ടായി. ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർമ്മിത ബുദ്ധി പോലുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയുടെ കടന്നുവരവിനെ സംസ്ഥാന സർക്കാർ പ്രായോഗികമായി സമീപിക്കുന്നത്. ഈ മേഖലയിൽ ഗൗരവമായ ഗവേഷണങ്ങൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ICFOS എന്നീ സ്ഥാപനങ്ങൾ നടത്തിവരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിൽ പരിശീലന പദ്ധതികൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന കോഴ്സുകൾ സർവകലാശാലയിൽ ആരംഭിക്കുന്ന കാര്യം ഗൗരവമായ പരിഗണനയിലാണ്. നിലവിലെ വിവര സാങ്കേതിക വിദ്യാ സേവന മേഖലയിൽ തൊഴിൽ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് പുതിയ തലമുറ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിന് സർക്കാർ മുൻഗണന നൽകുന്നു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ICFOS എന്നീ സ്ഥാപനങ്ങൾ ഈ ലക്ഷ്യത്തോടെ പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കുകയാണ്. സർ, നിർമ്മിത ബുദ്ധി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട പദ്ധതികൾ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ഡീപ്പ് ടെക് എക്കോസിസ്റ്റം രൂപപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കും. നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ്, കോമിക്സ് എന്നീ മേഖലകളിൽ കടന്നുവരുന്ന ഡീപ് ടെക് സംരംഭകർക്ക് വേണ്ടി ഒരു ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ക്ലസ്റ്റർ സ്ഥാപിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷന് 10 കോടി രൂപ സർക്കാർ അധികമായി അനുവദിച്ചിട്ടുണ്ട്. സമസ്ത മേഖലകളിലും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഏജൻറ്റിക് നിർമ്മിത ബുദ്ധി. ദേശീയ തലത്തിൽ ഒരു ഏജൻറ്റിക് ഹാക്കത്തോൺ സംഘടിപ്പിക്കാനും തിരഞ്ഞെടുക്കുന്ന മികച്ച 5 ഏജൻറ്റുകൾ നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ വീതം നൽകുന്നതിനുമായി സ്റ്റാർട്ടപ്പ് മിഷന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൃഷി, ഭക്ഷ്യസംസ്കരണം, സ്പേസ് പ്രതിരോധ മേഖലകൾ, ആരോഗ്യമേഖല, ലൈഫ് സയൻസ്, ഡിജിറ്റൽ മീഡിയ, പുത്തൻ വിനോദോപാധികൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നീ രംഗങ്ങളിൽ നവീന സാങ്കേതിക വിദ്യകളുടെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എമർജിംഗ് ടെക്നോളജി ഹബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ 3 ഏക്കർ സ്ഥലത്തായിരിക്കും ഹബ്ബ് പ്രവർത്തിക്കുക. ഏകദേശം 350 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനം ഒരു കരട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം രൂപീകരിച്ചു വരികയാണ്. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സോഫ്റ്റ്വെയർ നിർമ്മാണം, വിവരസഞ്ചയ നിർമ്മാണം, ഇന്നൊവേഷൻ സെൻ്ററുകൾ, നൈപുണ്യ വികസനം, നിർമ്മിത ബുദ്ധി മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കുള്ള പിന്തുണ എന്നിവ ഈ നയത്തിൻ്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നു. സേവനങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിർമ്മിത ബുദ്ധി മാതൃകകൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം പുതിയ മേഖലകളിൽ പുനർവിന്യസിക്കാനും ശ്രമങ്ങൾ നടത്തും. സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്ന ചില പ്രധാനപ്പെട്ട നടപടികൾ ചുവടെ ചേർക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ വർദ്ധിച്ച ഉപയോഗം മൂലം പുതിയ തൊഴിലവസരങ്ങൾ കൂടുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടും ഡിജിറ്റൽ ഡിവൈഡ് കുറക്കുന്നതിനുമായി വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് പുറമെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിലെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപകർക്കായി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക്ഷോപ്പ് നടത്തിവരുന്നു. നിർമ്മിത ബുദ്ധി മേഖലയിലെ ഗവേഷണങ്ങളുടെ ഫലപ്രദമായി ഉരുത്തിരിഞ്ഞു വരുന്ന പ്രോട്ടോടൈപ്പുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. യൂറോപ്യൻ നിർമ്മിത ബുദ്ധിയുടെ ചുവടുപിടിച്ച് ഉത്തരവാദിത്ത നിർമ്മിത ബുദ്ധി നയ രൂപീകരണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട്. കാലിഫോർണിയ ആസ്ഥാനമായ
NVIDIA കമ്പനിയുടെ സഹായത്തോടെ SLM സ്മോൾ ലാംഗ്വേജ് മോഡൽസ് ഗവേഷണങ്ങൾ നടത്തിവരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിലെ വികാസത്തിലൂടെ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന നാനാതരം മാറ്റങ്ങളെയും വെല്ലുവിളികളെയും സമഗ്രമായി അപഗ്രഥിച്ചുകൊണ്ടുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്.